മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറേയധികം ചോദ്യങ്ങൾ ഇനിയും ഉത്തരം പറയേണ്ടതായിട്ടുണ്ട്. അത് ഇന്നും മറ്റന്നാളുമായിട്ട് തീർക്കാൻ സാധിക്കും. കുറേയധികം സംശയങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളുടെ ഇടയിലുമുള്ളത് കുറേയൊക്കെ ദൂരീകരിക്കാൻ ഇത് സാധിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇത് ചോദ്യങ്ങളെ എനിക്ക് ലഭിച്ചത് നിങ്ങളോട് വിവരിക്കുന്നു. മോക്ഷം എന്നാൽ എന്ത്? രണ്ട് തരത്തിലുള്ള അർത്ഥമാണ് മോക്ഷം എന്ന വാക്കുകൊണ്ടുള്ളത്. ഒന്ന് വ്യാവഹാരികമായ മോക്ഷം. വ്യാവഹാരിക മോക്ഷം എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വസ്തുവിനോടോ ഒരാളോടോ ഒരു ഭക്ഷണത്തോടോ ഒരു പ്രത്യേക രീതിയോടോ ഒരു പാർട്ടിയോടോ ഒരു സംഘടനയോടോ എല്ലാമുള്ള നമ്മളുടെ വ്യാവഹാരിക ബന്ധം, ആ ബന്ധം നമ്മളെ ഒത്തിരി അധികം വേദനിപ്പിക്കുകയും ടെൻഷൻ എടുപ്പിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബന്ധം ഒന്നുകിൽ ബന്ധനമാകാതെ നമ്മൾ ഒഴിഞ്ഞ് തിരിച്ചു വരുന്നു. അപ്പൊ ആ ബന്ധത്തിൽ നിന്ന് നമുക്ക് മോക്ഷം കിട്ടി. അപ്പൊ മോക്ഷം എന്നത് വ്യാവഹാരികമായിട്ട് സംഘടനയോടോ ഭക്ഷണ പദാർത്ഥത്തോടോ അതിലെല്ലാം ഉള്ള മോഹസ്യക്ഷയം, ആഗ്രഹത്തിൽ നിന്നുള്ള മോചനം. രണ്ടാമത്തെ മോക്ഷം നിരന്തര നന്മ ചെയ്ത് ആ ജീവാത്മാവ് പരമാത്മാവില് എന്നേക്കുമായി പുനർജന്മമില്ലാത്ത വിധത്തില് അലിഞ്ഞു ചേരുന്ന അവസ്ഥ. ഇൻഡിവിഡ്വൽ സോൾ ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ ദി കോസ്മിക് സോൾ. അതാണ് രണ്ടാമത്തെ പാരമാർത്ഥികമായ മോക്ഷം. കരിനാളിൽ ജനിച്ചു എന്ന് പറയുന്നത് ഏത് പ്രതിവിധികൾ ഉചിതമാണ്. കരിനാള് എന്നൊരു നാള് ലോകത്തിലില്ല. കരിനാള് എന്നൊരു നാളും ഇല്ല. മകം പിറന്ന മങ്ക എന്ന വാക്കും ഇല്ല. പൂരം പിറന്ന പുരുഷൻ എന്ന വാക്കൊന്നുമില്ല. ഉദാഹരണമായിട്ട് ഏത് മാസത്തിലാ ജനിച്ചതെന്ന് നോക്കാതെ പൂരം പിറന്ന പുരുഷൻ എങ്ങനെയാ പറയാ? ഇപ്പോ മേടമാസത്തിലോ ഇടവത്തിലോ മിഥുനത്തിലോ കർക്കിടകത്തിലോ എല്ലാം മാറി. ഇപ്പൊ ചിങ്ങമാസത്തിലാണ് ഒരു കുട്ടി മകൻ നക്ഷത്രത്തിൽ ജനിക്കുന്നത്, പെൺകുട്ടി ചിങ്ങമാസത്തിലാണ് പൂര നക്ഷത്രത്തിൽ ജനിക്കുന്നതെങ്കിൽ സൂര്യനും ചന്ദ്രനും ചിങ്ങൻ രാശിയിലായിരിക്കുന്നത്. കർത്തവമാണ്. നല്ലതാണെന്ന് തോന്നുന്നുണ്ടോ? ഇങ്ങനെ പറയുന്നവർക്ക് അതെങ്ങനെയാ നല്ലതാണെന്ന് പറയാ? ചീത്തയുണ്ടോ നല്ലതുണ്ടോ എന്നല്ല. കർത്തവാവ് ദിവസം ചന്ദ്രനും സൂര്യനും രണ്ടും ഒരേ രാശിയിൽ വരുന്ന ചിങ്ങൻ രാശിയിൽ വരുന്ന ചിങ്ങമാസത്തിലെ പൂരം നക്ഷത്രത്തിനും മകൻ നക്ഷത്രത്തിനും ഒരു തരത്തിലും നമുക്ക് നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെ ജ്യോതിഷക്കാരുടെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നോക്കിയാല് ഒരു കരിനാളും ഇല്ല, നല്ല നക്ഷത്രവും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ഇതൊക്കെ വാക്കുകൾ ചേർത്ത് നമ്മൾ പറയുന്ന ചില പ്രയോഗങ്ങൾ മാത്രം. ആര്യഭടൻ കേരളത്തിലല്ല എന്നത് പറയുന്നത് ശരിയാണ്. ആര്യഭടൻ കുസുമപുരി ഭ്യർച്ചിതം ജ്ഞാനം, കൊടുങ്ങല്ലൂരായിരുന്നു ജനിച്ചത്. ആര്യഭട്ടൻ എന്ന വാക്ക് തന്നെ കൊടുങ്ങല്ലൂരുമായിട്ട് ബന്ധപ്പെട്ട്. ആര്യഭട്ടന് 22 ശിഷ്യന്മാരുള്ളതിൽ 12 പേരും കേരളീയരായിരുന്നു. ആര്യഭടന്റെ അസ്ട്രോണമി മറ്റ് ഏത് ഭാരതീയ ജ്യോതിശാസ്ത്രജ്ഞന്മാരുടെ അസ്ട്രോണമിയിൽ നിന്നും വ്യത്യസ്തമാണ്. എന്നാലും വേറെ ചിലരിങ്ങനെ പലതൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഉത്തരവൊന്നും എനിക്ക് അറിഞ്ഞുകൂടാം. ഞാൻ പഠിച്ചിടത്തോളം ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി പഠിച്ച പുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലും എല്ലാം ആര്യഭടൻ കേരളീയനാണ്. ബഹ്റൈനിൽ വൈസ് ചാൻസലർ ആയിരുന്നുവോ? ബീഹാറിൽ വൈസ് ചാൻസലർ. ആര്യഭട്ടനെ സംബന്ധിച്ചിടത്തോളം വളരെ നന്നായിട്ടൊരു കാര്യം പറഞ്ഞു. 23ാമത്തെ വയസ്സിൽ AD 499 മാർച്ച് 21 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്കാണത്രേ ആര്യഭട്ടീയം എന്ന പുസ്തകം അദ്ദേഹത്തിന്റെ 23ാം ജന്മവാർഷികത്തില്, ജന്മദിവസത്തില്, ജന്മസമയത്തില് എഴുതി തീർത്തത്. അദ്ദേഹത്തിനെ ഉടനെ തന്നെ ഈ നളന്ദ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് അപ്പോയിന്റ് ചെയ്യുകയും ചെയ്തു എന്ന് വായിച്ചിട്ടുണ്ട്. അത് കോഴിക്കോട് കഴിഞ്ഞ വർഷം സോമയാഗം നടത്തിയിരുന്നു. അത് സംഭാവന സ്വീകരിച്ചാണ്. അത് ശാസ്ത്രപ്രകാരം ശരിയാണ്.
സോമയാഗമല്ല, ഈ ലോകത്തിൽ എന്ത് നടത്തണമെങ്കിലും സംഭാവന സ്വീകരിച്ചു വേണ്ടേ? അല്ലാണ്ട് എങ്ങനെയാ നടത്തുക? ഒരു അമ്പലം പണിയണമെങ്കിലും, ഗവൺമെന്റിലെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കണമെങ്കിലും, പൂജാരിക്ക് ശമ്പളം കൊടുക്കണമെങ്കിലും, ഏത് യാഗം നടത്തണമെങ്കിലും സംഭാവന പിരിക്കാതെ എങ്ങനെയാണ് നടക്കുക? എല്ലാത്തിനും സംഭാവന പിരിക്കണം. രാമേശ്വരത്ത് പോകുമ്പോൾ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ എന്തെല്ലാമാണ്? സിഗരറ്റ് വലിക്കരുത്, ബീഡി വലിക്കരുത്, അതുപോലെ തന്നെ വെള്ളം അടിക്കരുത്, നോൺ വെജിറ്റേറിയൻ കഴിക്കരുത്. ഇത്രയൊക്കെ സാധിക്കുമെങ്കിൽ 21ാം നൂറ്റാണ്ടിൽ അത് ധാരാളം മതി. വിജിതാത്മാ വിധേയാത്മാ സത്കീർത്തി ചിഹ്ന സംശയം. മേൽ ശ്ലോകം വായിക്കുന്ന വിധം ഒന്ന് വിവരിക്കാമോ? വിജിതാത്മാ, അത് കഴിഞ്ഞ് എഫ് കൊടുത്തിരിക്കുന്നത്. വിധേയാത്മാ, വിജിതാത്മാ വിധേയാത്മാ. അതിൽ ഇതെങ്ങനെയാണ്? വിജിതാത്മാ എഫ് വരുമ്പോ അവിധേയാത്മ, ആ ചേർക്കണം, അകാരം ചേർക്കണം. അപ്പൊ വിജിതാത്മാ എഫ് വിധേയാത്മ എന്ന സ്ഥാനത്ത് വിജിതാത്മ അവിധേയാത്മ സത്കീർത്തി ചിഹ്ന സംശയം. നല്ലൊരു ചോദ്യമാണ്. കർശനമായും പുതിയ തലമുറയെ ഇതെല്ലാം പഠിപ്പിക്കാൻ എന്താണ് മാർഗം? കർശനമായും ഒന്നും പഠിപ്പിക്കണമെന്നില്ല, നല്ല രീതിയിൽ പഠിച്ചാൽ മതി. ഇപ്പൊ ബൈബിള് സ്കൂളിലും പള്ളികളിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും പിള്ളേർ അതിന്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുന്നുണ്ടോ? വെറുതെ പള്ളിയിലെ അച്ഛന്മാരെ ബോധിപ്പിക്കാൻ വേണ്ടി അവർ പള്ളിയിൽ പോകുന്നല്ലാണ്ട് അവരൊന്നും പഠിക്കണില്ല. ഈ മുസ്ലിം പിള്ളേരെ കുറച്ച് അറബി പഠിക്കുന്നുണ്ടാവും, കുറച്ചെന്തെങ്കിലുമൊക്കെ പഠിക്കുന്നുണ്ടാവും. അല്ലാതെ അവർ ഖുർആനും ചൊവ്വേ നേരെ പഠിക്കണില്ല, അവർ വേറൊന്നും പഠിക്കണില്ല. ഇതൊക്കെ ഒരു ഷോ ആണ്. ഏതായാലും ഹിന്ദു ധർമ്മത്തിൽ ഇത് കമ്പൽസറി അല്ല. അച്ഛനും അമ്മയും കുറേയെല്ലാം പഠിച്ച് നിങ്ങൾ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കാം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതിനു വേണ്ടി കുട്ടികളെ പഠിപ്പിക്കാൻ ചെലവ് വഹിക്കാമെന്ന് പറഞ്ഞു. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് യഥാർത്ഥത്തിൽ ഒരു അധികാരമില്ല, ഒരു ചുക്കും ചുണ്ണാമ്പുമില്ല. ഒരു രാഷ്ട്രീയക്കാരനെ പിടിച്ചിരുത്തുന്നു, അങ്ങനെ ചായയും കാപ്പിയും ഭക്ഷണവും AC റൂമും ഒരു കാറും ഒക്കെ കൊടുക്കുന്നു. അല്ലാണ്ട് അവർക്കൊന്നും പ്രത്യേകിച്ച് ഒരു അധികാരവും ഇല്ല. പറയുന്നതിന് വിരോധമില്ല, കാരണം ഹിന്ദുക്കൾ ആരും മുമ്പോട്ട് വരില്ലെന്ന് അവർക്ക് ഉറപ്പിച്ചറിയാം. അടിസ്ഥാനമായി സംസ്കൃതം ചെറുപ്രായത്തിൽ പഠിപ്പിക്കാൻ അങ്ങയെ പോലുള്ളവർ പ്രായോഗിക തലത്തിൽ കാര്യങ്ങൾ ചെയ്യണം. വളരെ എളുപ്പമാണ്. ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കാം, ഞാൻ പ്രത്യേകിച്ച് ഞങ്ങളൊക്കെ ഇരിക്കാം, നിങ്ങളെ പോലെയുള്ളവർ പറ്റാവുന്ന എല്ലാം ചെയ്തോളൂ. ഹിന്ദു ധർമ്മത്തിന്റെ ഏറ്റവും വലിയ ശാപമാണ് ഈ വാക്ക്. അതായത് നിങ്ങളെല്ലാം ചെയ്യാം, അങ്ങേ പോലെയുള്ളവരാ ചെയ്യേണ്ടത്. ഞങ്ങളിതൊക്കെ നോക്കി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് രാവിലെ 8 മണിക്ക് എഴുന്നേറ്റ് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ നോക്കാം. അങ്ങക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങ് ഇത് ചെയ്യാം. ജ്ഞാനം കൊണ്ട് കർമ്മബലത്തെ അതിജീവിക്കാൻ കഴിയുമോ? ജ്ഞാനം കൊണ്ട് കർമ്മബലത്തെ അതിജീവിക്കാൻ കഴിയില്ല. കർമ്മബലം അനുഭവിച്ച് തന്നെ തീരണം. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നിങ്ങൾ ആലോചിച്ച് നോക്കാം. ജ്ഞാനത്തിന്റെ പരമകാഷ്ഠയിലെത്തിയവരാണ് ശ്രീനാരായണ ഗുരുദേവൻ, അതുപോലെ തന്നെ രമണ മഹർഷി, അതുപോലെ തന്നെ സ്വാമി വിവേകാനന്ദൻ, ശങ്കരാചാര്യര്, രാമകൃഷ്ണ പരമഹംസർ. ഇവരെല്ലാം ചെറുപ്പത്തിലോ ഏതെങ്കിലും കാലത്തോ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിരിക്കുന്ന ചെറിയ നെഗറ്റീവുകൾ, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിലത്തെ ജന്മത്തിൽ ചെയ്തിരിക്കുന്ന ചെറിയ നെഗറ്റീവുകൾ, അതായിരിക്കാം രമണ മഹർഷി ക്യാൻസർ വന്നിട്ടാ സമാധിയായത്. ആ ചെറുത് അനുഭവിക്കാനുള്ളത് തീർത്തവരെ വിട്ടേക്കാം. രാമകൃഷ്ണ പരമഹംസർ ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത്. വിവേകാനന്ദൻ ഡയബറ്റിക്സ് വന്നിട്ടാണ് സമാധിയായത്. ശങ്കരാചാര്യർ ഫിസ്റ്റുല വന്നിട്ടാണ്. ശ്രീനാരായണ ഗുരുദേവന് മൂത്ര തടസ്സം വന്നിട്ട. ഒരു കാര്യമാണ് അതിന് ഉത്തരമായിട്ട് പറയാനുള്ളത്. ഇത്രയും ജ്ഞാനികള് അവര് ഏതെങ്കിലും കാലത്ത് ഇത്രയൊക്കെ വളരുന്നതിന് മുമ്പും ഉയരുന്നതിന് മുമ്പും ചെറുപ്പത്തിലോ മറ്റോ ചെയ്തിരിക്കുന്ന, അല്ലെങ്കിൽ പൂർവ്വജന്മത്തിലോ മറ്റോ ചെയ്തിരിക്കുന്നതിൻ്റെ അവശേഷിക്കുന്ന കർമ്മഫലമായിരിക്കാം അവരനുഭവിച്ചത്. രത്നാകരൻ വാൽമീകി ആയതിനു ശേഷം മുൻപ് ചെയ്ത ദുഷ്കർമ്മ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ? രത്നാകരന്റെ അഥവാ വാൽമീകിയുടെ ഫുൾ ലൈഫ് ഹിസ്റ്ററി ഇല്ലല്ലോ. അതുകൊണ്ട് ഉണ്ടെന്നോ ഇല്ലെന്നോ പറയാൻ സാധിക്കില്ല. അദ്ദേഹത്തിന്റെ ജീവചരിത്രം പൂർണ്ണമായിട്ട് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു കമന്റ് പറയുമ്പോൾ ശ്രദ്ധിക്കണ്ടേ. അടുത്ത ചോദ്യം, ഭാരതത്തിൽ എത്ര തരത്തിലുള്ള തന്ത്രമുണ്ട്? കുറേ തരത്തിലുള്ളതുണ്ടെന്ന് പറയുന്നു. ആഗമതന്ത്രം അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയും. എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. തന്ത്രം, ആഗമതന്ത്രം ഭാരതത്തിന് പുറത്തുനിന്ന് വന്നതാണ് അല്ല, ഭാരതത്തിൽ തന്നെയാണ്. ദക്ഷിണ ഭാരതത്തിന്റെ സംഭാവനയാണ് ആഗമതന്ത്രം എന്ന് പറയുന്നു. ഭാരതത്തിൽ എത്ര തരത്തിലുള്ള സന്യാസി സമൂഹങ്ങളുണ്ട്? 100 കണക്കിന് തരത്തിലുള്ള സന്യാസി സമൂഹങ്ങളുണ്ട്. ഭാരതത്തിൽ 100 കണക്കിന് തരത്തിലുള്ള സന്യാസി സമൂഹങ്ങൾ ഉണ്ട്.
യജ്ഞവൽക്യ ഋഷിയും ശൗനക ഋഷിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ഋഷി, മഹർഷി, അവധൂതൻ, ഹംസ ഋഷി, പരമഹംസ ഋഷി ഇങ്ങനെയുള്ള വാക്കുകൾ തന്നെ ഓരോ രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ശൗനക ശിക്ഷണം എഴുതിയ ശൗനക മഹർഷി, യജ്ഞവൽക്യ മഹർഷി അവരൊക്കെ ഒരേ ലെവലിലെത്തിയവരായിരിക്കാം. കുഴിക്കാട്ടു പച്ച വേദത്തിന്റെ ഏത് ഭാഗത്തു നിന്ന് വന്നതാണ് എനിക്ക് അറിഞ്ഞൂടാ. ഒരു പ്രത്യേക വാക്കിലൂടെ വലിയൊരു കാര്യം ഒരു പുസ്തകത്തെക്കുറിച്ച് വിവരിക്കുന്നതാണെന്ന് ഈ അടുത്ത കാലത്ത് മനസ്സിലായി. എനിക്ക് അറിഞ്ഞൂടാ കൂടുതൽ. അണുവും അതിന് ചുറ്റുമുള്ള ഇലക്ട്രോൺ പ്രോട്ടോണും ഒക്കെ തന്നെ അല്ലേ രാസനൃത്തം? രാസനൃത്തം എന്ന് പറയുന്നത് അണുവിന്റെ വൈബ്രേഷനും അതിന് ചുറ്റുമുള്ള ഇലക്ട്രോണുകളുടെ എസ് ഓർബിറ്റല്, പി ഓർബിറ്റല്, ഡി ഓർബിറ്റല്, എഫ് ഓർബിറ്റല്, SP3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റല്, SP2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റല്, SP ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റല്, അതിലൂടെ ഇലക്ട്രോണുകൾ കറങ്ങുന്നതാണ് രാസനൃത്തം. അല്ല പ്രകൃതിയുടെ താണ്ഡവ നൃത്തം. രാസനൃത്തം എന്ന് പറയുന്നത് വേറെയാണ്. അപ്പൊ പ്രകൃതിയുടെ താണ്ഡവ നൃത്തം, എ കോസ്മിക് ഡാൻസ് എന്ന ഫ്രിഡ്ജ് ഓഫ് കാപ്ര, ബർക്ക്ലി യൂണിവേഴ്സിറ്റിയിലെ തിയറട്ടിക്കൽ ഫിസിക്സിന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ് ഡോക്ടർ ഫ്രിഡ്ജ് ഓഫ് കാപ്ര. അദ്ദേഹവും പറഞ്ഞത് ഇത് തന്നെയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള ഓരോന്നിന്റെയും താണ്ഡവ നൃത്തമാണ് ഇത് കാണുന്നത്. സാറിന്റെ പുസ്തകങ്ങൾ JC ബോസിന്റെ പുസ്തകം വായിച്ചു, വളരെ മനോഹരമായിരിക്കുന്നു. JC ബോസിന്റെ പുസ്തകം കുറേ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയതാണ്. എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ആരാധനാപാത്രമാണ്. ശാസ്ത്രമണ്ഡലത്തിലെ JC ബോസും അതുപോലെ ആത്മീയ മണ്ഡലത്തിലെ സ്വാമി വിവേകാനന്ദനും ഇവർ രണ്ടുപേരുമാണ്. അവരെക്കുറിച്ചുള്ള ചിന്തകളാണ് എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ സാധിച്ചതെന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ഇനിയും ഇതുപോലെ CV രാമന്റെയും മറ്റ് പ്രഗത്ഭരുടെയും ജീവചരിത്രം പ്രതീക്ഷിക്കട്ടെ. സാധിക്കുമെങ്കിൽ ചെയ്യാം. ധാരാളം പുസ്തകങ്ങൾ മറ്റുള്ളവർ എഴുതിയത് കൊണ്ടാണ്. JC ബോസിനെ കുറിച്ച് അത്ര എഴുതിയിട്ടില്ല, അതുകൊണ്ടാണ് അന്ന് JC ബോസിനെ കുറിച്ച് എഴുതിയത്. പിന്നെ CV രാമനെ കുറിച്ച് ഞാൻ എഴുതണ്ട, ഡീറ്റെയിൽസ് എല്ലാം നല്ലോണം അവൈലബിൾ ആയതുകൊണ്ടാണ് എഴുതാത്തത്. രക്ഷസ്, യക്ഷ, ഗണേശ, സുബ്രഹ്മണ്യ സങ്കല്പങ്ങൾ, ദേവവാഹനങ്ങൾ, ദേവവൃക്ഷം എന്നിവ ഒന്നുകൂടി വിവരിച്ചു തന്നാൽ, യക്ഷസ് എന്ന് പറയുന്നതും രക്ഷസ് എന്നൊക്കെ പറയുന്ന കുറേ കോംപ്ലിക്കേറ്റഡ് വാക്കുകളാണ്. അതിന് പ്രത്യേകിച്ച് അർത്ഥങ്ങളൊന്നുമില്ല. ഏതോ പ്രദേശത്തൊക്കെ ജീവിച്ചിരുന്ന ചില വിഭാഗം മനുഷ്യരെ യക്ഷ, ഗന്ധർവ, കിന്നര, അപ്സരസ് എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇവരൊന്നും ദേവകന്യകളൊന്നുമല്ല, നല്ല ഭംഗിയുള്ളവരാണ് എന്നർത്ഥത്തിലായിരിക്കും പറഞ്ഞത്. ഗണേശൻ എന്ന് പറയുന്നതിന് നമ്മുടെ സുബ്രഹ്മണ്യൻ, സാങ്കല്പികമായിട്ടുള്ള സുബ്രഹ്മണ്യനും സാങ്കല്പികമായിട്ടുള്ള ഗണപതിയുമെല്ലാം ആ ദേവതാ സങ്കല്പമുള്ളൂ. പിന്നെ പുരാണത്തിലെ കഥകളൊക്കെ ആയിട്ട് അതിനെ ചേർത്തിരിക്കുന്നു. പുരാണത്തിലെ കഥകളൊന്നും എടുക്കാൻ പോകണ്ട, അതൊന്നും സയൻസോ ചരിത്രമോ അല്ല, സങ്കല്പങ്ങൾ തന്നെയാണ്. ദേവവാഹനങ്ങൾ എന്ന് പറയുന്നതും സങ്കല്പമാണ്. ദേവവൃക്ഷം സങ്കല്പമല്ല, വൃക്ഷങ്ങളെ നിലനിർത്താൻ വേണ്ടി നമ്മുടെ മഹർഷിമാര് ഉണ്ടാക്കിയ ഒരു പൊടിക്കൈയാണ്, സൂത്രമാണത്. ഇന്ന നക്ഷത്രക്കാരന് ഇന്ന വൃക്ഷം, ഇന്ന രാശിക്കാരന് ഇന്ന വൃക്ഷം, ഇന്ന സ്വഭാവമുള്ള ആൾക്ക് ഇന്ന പക്ഷി, ഇന്ന മൃഗം, എങ്ങനെയൊക്കെ പറഞ്ഞാല് അതിനെ അയാൾ സംരക്ഷിക്കും. അതിനു വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഇതെല്ലാം ചെയ്യുന്നത്. വാങ്ങാൻ കിട്ടുന്ന ശ്രീകൃഷ്ണ ബിംബം സപ്താഹത്തിൽ വെച്ച ശേഷം പ്രതിഫലം കൊടുത്ത് വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ച് ആരാധിക്കുന്നതിന് ദോഷമുണ്ടോ? നിങ്ങൾക്ക് ദോഷമുണ്ടോ എന്നുള്ള തോന്നൽ മാത്രമാണ് ജീവിതത്തിലുള്ളതെങ്കിൽ ദോഷമുണ്ട്. നമ്മൾ ചെയ്യുന്ന ഒന്നിലും ദോഷമില്ല. നല്ലതാണെങ്കിൽ മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും നന്മ വരുത്തുന്ന ഒന്നിലും ദോഷമില്ല. പക്ഷെ ദോഷമുണ്ടോ എന്ന് തന്നെ ചിന്തിച്ചുകൊണ്ട് പോയാൽ ചിലപ്പോൾ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് വാങ്ങിച്ചത് കൊണ്ടാണ്, ഇതിന്റെ ദോഷം കൊണ്ടാണെന്ന് ആരെങ്കിലും പറയുമെങ്കിൽ അത് വിശ്വസിക്കും. അതുകൊണ്ട് നമ്മൾ ഓർമ്മിക്കാനുള്ളത്, നമ്മൾ ചെയ്യാനുള്ളത് ഭംഗിയായി ചെയ്യാം. വേണ്ടതും വേണ്ടാത്തതും പാപമാണോ, കുഴപ്പമാണോ, പ്രശ്നമാണോ, ദോഷമാണോ എന്നൊന്നും ചിന്തിക്കാൻ പോകണ്ട. ധന്യമായിട്ടങ്ങ് ചെയ്തിട്ട് ജീവിക്കാം. മൃതശരീരം വീട്ടിൽ കിടത്തുന്ന സമയത്ത് രാമായണം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നതിൽ തെറ്റുണ്ടോ എന്ന് അന്വേഷിക്കലാണ് ഹിന്ദുവിന്റെ ജോലി. അത് നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ എന്തൊരു രസമുണ്ട്. രാമായണോ മഹാഭാരതം എന്താ വേണ്ടതെന്ന് വെച്ചാൽ എപ്പോൾ വേണമെങ്കിലും വായിക്കാം. ജീവിച്ചിരുന്ന കാലത്ത് ആ മനുഷ്യൻ വായിച്ചിട്ടുണ്ടാവില്ലെങ്കിൽ മരിക്കുന്ന സമയത്തെങ്കിലും നിങ്ങൾ വായിക്കുക, അപ്പൊ നന്നായിരിക്കും. തെറ്റല്ലെങ്കിൽ ആരാണത് ചെയ്യാൻ അനുവാദമുള്ളവർ? ആരാ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. കരയാതെ വായിക്കണമെന്ന് വേണ്ടി മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാം. ഏതായാലും മരിച്ച ആൾ വായിക്കാത്തതുകൊണ്ട് അയാളെ കൊണ്ട് വായിപ്പിക്കണ്ട. കാളിദാസന് ദേവീ ദർശനം ഉണ്ടായ കഥ ഒന്ന് പറയാമോ? ഈ കഥ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞ് കേൾക്കണമെന്നൊന്നുമില്ലല്ലോ.
എല്ലാവർക്കും അറിയാം. ജന്മനാൽ ലഭിക്കുന്ന ഗുണദോഷങ്ങൾ മാറ്റാൻ സാധിക്കുമോ? ജന്മനാൽ ലഭിക്കുന്ന ഗുണങ്ങൾ മാറ്റണ്ടല്ലോ, അതിരുന്നോട്ടെ, ദോഷങ്ങളല്ലേ മാറ്റണ്ടേ? ഇന്ന് കൈലാസത്തിലേക്ക് പോയിട്ട് വരാം, അല്ലെങ്കിൽ ശബരിമലയിലേക്ക് പോവാം, അമർനാഥിലേക്ക് പോവാം. അനുഭവിച്ച് തീർക്കാനുള്ള കുറേ കുഴപ്പങ്ങൾ ആ രീതിയിൽ അനുഭവിച്ച് തീർക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നു. കാരണം പ്രകൃതി നമ്മൾ ചെയ്ത തിന്മയ്ക്ക് ശിക്ഷ നൽകുന്നതിന് മുമ്പ് നമ്മൾ തന്നെ ആ തിന്മയുടെ ഫലം സ്വയം അറിഞ്ഞുകൊണ്ട് അനുഭവിച്ച് തീർക്കാം. അങ്ങനെയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ മെമ്മറി പവർ? ഇന്റലിജൻസ്. ഒരു മെമ്മറി പവറും എനിക്കില്ല. ഒന്ന് എനിക്ക് എപ്പോഴും അറിയാം, തെങ്ങിൽ കയറുന്ന ആളുടെ കാലിൽ തന്നെ തഴമ്പ് വരുന്ന മാതിരി ഈ ചോദ്യങ്ങളും പ്രഭാഷണങ്ങളും ബാക്കിയെല്ലാം നിരന്തരം നടക്കുന്നു. 7000-8000 പ്രഭാഷണമായി. ഈ വിഷയങ്ങളൊക്കെ നിരന്തരം മെമ്മറിയിൽ കൊണ്ടുവന്നല്ലേ മതിയാവും. അപ്പോ അത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ നിങ്ങളും പ്രഭാഷണത്തിന് പോകുന്നു, ഇതേമാതിരിയുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മെമ്മറി ഉണ്ടാവും. ഇപ്പോ നരേന്ദ്ര മോഡി എന്തെല്ലാം കാര്യങ്ങളാണ് ഓർത്തു വെച്ചുകൊണ്ട് പറയുന്നത്, അത് അദ്ദേഹത്തിന് ആ കാര്യത്തിൽ മെമ്മറി ഉണ്ട്. അപ്പോ അതാത് ചില പ്രസ് കോൺഫറൻസ് നടത്തുന്ന മന്ത്രിമാരോട് ഏത് ചോദ്യം ചോദിച്ചാലും മിക്കവാറും അവർ ഉത്തരം പറയും. കാരണം അവർക്ക് മെമ്മറി ഉള്ളത് കൊണ്ടല്ലേ. അതുകൊണ്ട് എനിക്ക് പ്രത്യേകതയുണ്ട് എന്നൊന്നും ധരിക്കല്ലേ. കൃഷ്ണ മരിച്ച ഭാര്യയുമായി കൃഷ്ണയ്യര് മരിച്ച ഭാര്യയുമായി സംസാരിച്ച അനുഭവം താങ്കൾ വിശ്വസിക്കുന്നുവോ? ഞാൻ വിശ്വസിക്കുന്നുവോ വിശ്വസിക്കുന്നില്ലയോ എന്നുള്ളതൊന്നും പ്രശ്നമല്ല. ജസ്റ്റിസ് കൃഷ്ണയ്യർ ഒരു യുക്തിവാദിയാണ്, ഒരു ഇടതുപക്ഷ ചിന്തകനാണ്, ഒരു ബുദ്ധിജീവിയാണ്, ഒരു ജഡ്ജിയാണ്. നല്ല 100ാമത്തെ വയസ്സിൽ ഈ ലോകത്തു നിന്ന് യാത്ര പുറപ്പെടുന്നത് വരെ അദ്ദേഹത്തിന്റെ ബുദ്ധിസ്ഥിരതയ്ക്ക് യാതൊരു കുഴപ്പവും വന്നിട്ടില്ല. അപ്പൊ അദ്ദേഹം പറയുന്നതിന് നമ്മളെന്തിനാ വിശ്വസിക്കാൻ പോണത്? അദ്ദേഹം വിശ്വസിക്കണമെന്ന് ആരോടും പറഞ്ഞിട്ടില്ല. വിശ്വസിക്കണ്ടെങ്കിൽ വിശ്വസിക്കണ്ട. അദ്ദേഹത്തിനുണ്ടായ അനുഭവം അത് അദ്ദേഹത്തിൻ്റെതാണ്. ഇനിയിപ്പോ ഞാൻ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും അതിലെന്തെന്നാ ഇത്രയധികം പ്രാധാന്യം വരുന്നത്? കേരളത്തിലെ ഒരു മന്ത്രി 2 കോടി രൂപ കൈക്കൂലി വാങ്ങിച്ചു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചാൽ ആ മന്ത്രി വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അങ്ങേരോടോ കൂട്ടത്തിലുള്ളവരോടോ ചോദിക്കണം. ഞാൻ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. അപ്പൊ നമ്മളുടെ വിശ്വാസം ഇതൊന്നും ഇങ്ങനെയുള്ളതിലേക്ക് ചേക്കണ്ട. അങ്ങേര് പറഞ്ഞു ഞാൻ എവിടെയെങ്കിലും കോട്ട് ചെയ്യണമെങ്കിൽ ഞാൻ കോട്ട് ചെയ്യാറുമുണ്ട്. അദ്ദേഹം പറഞ്ഞത് അത് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന അർത്ഥത്തിലല്ല, അങ്ങേരത് പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയും. ഇപ്പോൾ വീടുകൾക്ക് നേർക്ക് നേർ വാതിലുകൾ, സൂര്യൻ കയറി ഇറങ്ങിയില്ലെങ്കിൽ ദോഷമുണ്ടാവില്ലേ? ജീവിതത്തിൽ എല്ലാം ദോഷമാണ്. ഏറ്റവും പറ്റിയത് അച്ഛനോടും അമ്മയോടും പറയാം, എന്നെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരരുതായിരുന്നു എന്ന്. എന്നിട്ട് ഹിമാലയത്തിലേക്ക് പോവാ, ഒരു ദോഷം ഉണ്ടാവില്ല. നമ്മൾ എന്ത് ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിട്ട് കാപ്പി കുടിച്ചാലും ദോഷമാണ്. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റാലും ദോഷമാണ്, ഉച്ചയ്ക്ക് ഇരുന്നാലും ദോഷമാണ് എന്ന് ചിന്തിക്കുന്നവരുടെയൊക്കെ എന്താ നമ്മൾ പറയാം? പൂജാമുറിക്ക് വേണ്ട വാസ്തുപരമായ വിധികൾ എന്തെല്ലാം? നല്ലൊരു പൂജാമുറി ഉണ്ടാക്കുക, അതിൻ്റെ മുകളിൽ ചെരുപ്പ് വെക്കാതിരിക്കാം, അതിൻ്റെ അകത്ത് വേസ്റ്റ് സാധനങ്ങളൊക്കെ സ്റ്റോർ ഹൗസായിട്ട് വെക്കാണ്ടിരിക്കാം. അകത്ത് കയറിയാൽ പൂജാമുറിയാണെന്ന് തോന്നണം, ടോയ്ലറ്റിനകത്ത് കയറിയാൽ ടോയ്ലറ്റ് ആണെന്നും, അടുക്കളയിൽ കയറിയാൽ അടുക്കളയാണെന്നും, പൂജാമുറി കയറിയാൽ പൂജാമുറിയാണെന്ന് തോന്നുന്ന വിധത്തിൽ നല്ല രീതിയിൽ വെക്കാം. കൈലാസത്തിൽ പോകാൻ തീർച്ചയായ അനുഗ്രഹമുണ്ട്, തീവ്രമായ ആഗ്രഹമുണ്ട്. എന്തൊക്കെ കഴിവ് വേണം? ഒന്ന് പോകാനുള്ള മനസ്സ് വേണം, അത്രേ ഉള്ളൂ. വേറെ ഒരു കഴിവും വേണം. കയ്യും കാലും അനങ്ങുമെങ്കിൽ നന്നായി, ഇല്ലെങ്കിൽ ആരെങ്കിലും കുതിരപ്പുറത്ത് കൊണ്ടുപോകും. ആദ്യം ചങ്കൂറ്റമാണ് വേണ്ടത്. യമുനോത്രിയിൽ പോയതാണ്, അത്ര വരെ പോയില്ലേ, അപ്പൊ പിന്നെ കൈലാസത്തിലേക്ക് പോകാൻ വിഷമമൊന്നുമില്ല. പോകുന്ന ദിവസം വരെ പോവുകയാണെന്ന് ചിന്തിക്കുകയൊന്നും വേണ്ട, അങ്ങോട്ട് പോവുക. അത് തന്നെ. ഹൗ ടു ഡിമോളിഷ് ഈഗോ. ഈഗോ വരുമ്പോഴൊക്കെ ചിന്തിക്കുക, എനിക്ക് ഈഗോ ഉണ്ട്, കുറയ്ക്കാൻ ശ്രമിക്കാം. എന്നിട്ട് കുറഞ്ഞില്ലെങ്കിൽ നന്ദനം എന്ന സിനിമയിലെ കുമ്പിടിയെ കുറിച്ച് ആലോചിക്കാം. അതല്ലെങ്കിൽ മണിച്ചിത്രത്താഴ് എന്ന സിനിമയില് ആ ഇന്നസെന്റിന്റെ അഭിനയം ചിന്തിക്കാം. അത് കഴിഞ്ഞിട്ടും പറ്റിയില്ലെങ്കിൽ തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറയുന്നതില് മുദ്ദു ഗൗ എന്ന് പറയുന്നത് നടക്കുന്നുണ്ട്. എന്നിട്ട് ഏതോ പെണ്ണും ആണും തമ്മിൽ ചുംബിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോഹൻലാല് എത്തി നോക്കിയപ്പോൾ അയാളെ പിടിച്ച് മരത്തിൽ കെട്ടിയിട്ടുണ്ട്, എന്തോ മാപ്പ് പറയാൻ പറയുന്നുണ്ട്. അതൊക്കെ ചിന്തിച്ച ഈഗോ തന്നെ പോവും. പിന്നെ കുറച്ചൊക്കെ ഈഗോ ഇരുന്നോട്ടെ, ഒന്നുമില്ലാത്തവന് ഈഗോ ഉണ്ട്, പിന്നെ നിങ്ങൾക്കുണ്ടായാൽ എന്താ കുഴപ്പം? ഹൗ ടു റെഡ്യൂസ് ഇന്റർനെറ്റ് അഡിക്ഷൻ ഇൻ യങ് ജനറേഷൻ. അവർക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക.
എല്ലാം ചീത്തയാണ്, ടി വി വിഡ്ഢിപ്പെട്ടിയാണ് എന്ന് തുടങ്ങിയൊക്കെ പറഞ്ഞു കൊടുക്കാതെ അതിനകത്ത് നല്ലത് കാണാൻ പറയാം. നിങ്ങളും ഇന്റർനെറ്റിൽ തന്നെ സമയം ചെലവഴിക്കാതിരിക്കുക. അതൊരു ടൈം ഫിക്സ് ചെയ്യുക. ഒന്നും സപ്രസ് ചെയ്തുകൊണ്ട്, ഒപ്രസ് ചെയ്തുകൊണ്ട്, ഡിപ്രസ് ചെയ്യിച്ചുകൊണ്ട് ചെയ്യാതിരിക്കുക. ഗൈഡ് ചെയ്യുക. തീരുമാനം അവർ തന്നെ താൻ എടുക്കട്ടെ. ചിക്കാഗോയിലെ 3 നില ബിൽഡിങ്ങിനെ പറ്റി സാറിന്റെ നിഗമനം എന്താണ്? 2 വർഷങ്ങൾക്ക് മുമ്പ് ജൂലൈ മാസം 12-ാം തീയതി ചിക്കാഗോയിലെ ഒരു പ്രത്യേക ഗോസ്റ്റ് ബിൽഡിങ്ങോ ഡെവിൾ ബിൽഡിങ്ങോ എന്തൊരു ബിൽഡിംഗ് ഉണ്ട്. അതിൽ രാത്രി 10 മണിക്ക് എന്തോ ഒരു സംഭവം നടക്കും എന്ന് ആ പ്രദേശത്തിലെ ആൾക്കാർക്കൊക്കെ അറിയാം. അതിൽ ഡിസ്കവറി ചാനലുകാരും ബാക്കി കുറേ ഡോക്ടർമാരെല്ലാവരും ചെന്നിട്ട് വലിയ ഇൻവെസ്റ്റിഗേഷൻ നടത്തി. അത് ഞാൻ എൻ്റെ ക്ലാസ്സിൽ വിവരിക്കുകയുണ്ടായി. അതിനെക്കുറിച്ചാണ് ഈ ചോദ്യം. അതിൽ എന്തോ ഒരെണ്ണം ഉണ്ട്. അവിടെ രാത്രി 10 മണിക്ക് ഷൂസ് ഇട്ടുകൊണ്ട് ഠക് 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 ശബ്ദത്തിൽ ആരോ വരുന്നു, എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നുള്ളത് ഡിസ്കവറി ചാനലുകാർ പ്രൂവ് ചെയ്തു. അവരുടെ ക്യാമറയിലോ മറ്റ് എക്യുപ്മെന്റിലോ പ്രത്യേകിച്ച് രൂപഭാവങ്ങളൊന്നും കിട്ടിയില്ല. എന്നാലും ടെമ്പറേച്ചർ മാറി, എയർ മൂവ്മെന്റ് മാറി, അയോണിക് ഫീൽഡുകൾ മാറി എന്നെല്ലാം അവർ പറയുന്നത് ടി വിയിലൂടെ ഞാൻ കേട്ടു. അടുത്തത്, അങ്ങേക്ക് പരമാത്മാവിനെ കാണാൻ അങ്ങേക്ക് സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ മുമ്പിലൂടെ നടക്കുന്നവരൊക്കെ പരമാത്മാവിനെ വഹിച്ചുകൊണ്ടല്ലേ പോകുന്നത് ജീവാത്മാവിന്റെ രൂപത്തിൽ. ഇനി അത് തന്നെ കാണാനായിട്ട് പോണെന്തിനാ? നമ്മൾ പുഴ കാണുന്നുണ്ട്, കടല് കാണുന്നുണ്ട്, കിണറ്റിലെയും വെള്ളം കാണുന്നുണ്ട്. ഇപ്പൊ വെള്ളത്തിന്റെ ആറ്റത്തിനെയും വെള്ളത്തിന്റെ മോളിക്യൂളിനെയും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ അർത്ഥം? വെള്ളത്തിൽ ഹൈഡ്രജൻ ഉണ്ട്, അത് കണ്ടിട്ടില്ല. വെള്ളത്തിൽ ഓക്സിജൻ ഉണ്ട്, അത് കണ്ടിട്ടില്ല. വെള്ളത്തിന്റെ ഓരോ മോളിക്യൂളിനെ കണ്ടിട്ടില്ല. കാണണമെന്നില്ല. കാരണം പുഴയും സമുദ്രവും കുളത്തിലെ വെള്ളവും കിണറ്റിലെ വെള്ളവും ഗ്ലാസ്സിലെ ചായയും എല്ലാം ഈ വെള്ളത്തിന്റെ തന്നെയല്ലേ. അങ്ങനെ കണ്ടാൽ പോരെ? അല്ലാതെ ഇതിന് ഈ പരമാത്മാവിനെ തന്നെ കാണാൻ പോണം. ഇപ്പോഴത്തെ വീടുകൾക്ക് പൊതുവെ വാതിലുകളും ജനാലുകളും നേർക്കുനേരല്ല. സാരമില്ല, എന്താണോ പറ്റുക അതേപോലെ ചെയ്യാം. ഫ്ലാറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ നേർക്കുനേർ വാതിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. 200-ൽ കൂടുതൽ ആയുസ് ജീവിച്ചിരുന്നതായി ഒരു പുസ്തകത്തിൽ വായിച്ചു. ഏതോ ഒരു സ്വാമിയുടെ കാര്യമാണ് പറയുന്നത്. അത്രലിംഗ സ്വാമി എന്തോ. 200 വർഷമൊന്നും ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. പറയുന്നവർ പറഞ്ഞുകൊണ്ട് പോകുന്നു. നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിക്കാം. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. അങ്ങനെ 200 കൊല്ലം ജീവിച്ചാൽ തന്നെ നമുക്കെന്താ കുഴപ്പം? 200 കൊല്ലം ജീവിച്ചു, ശരി, വളരെ സന്തോഷം, എന്തായാലും ബുദ്ധിമുട്ടായില്ലാതെ 200 വർഷം ജീവിച്ചിട്ട് പോയല്ലോ എന്ന് പറഞ്ഞേക്കാം. അതിൽ നമ്മൾ കിടന്ന് കറങ്ങണ്ട. ഈസ് സോൾ എ ഹാർഡ് ഡിസ്ക്? സോൾ എന്ന് പറയുന്ന ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ കണ്ണുകൊണ്ട് കാണാമല്ലോ. which collect information, thought of past life, those collective memories give a new experience, ideas. സോൾ എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് ഒരാൾക്ക് ഡെഫിനേഷൻ കൊടുക്കാൻ പറ്റില്ല. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. നീ ചോദ്യങ്ങൾ പറയണ്ട. എന്നാലും ഒരു പ്രത്യേക ചോദ്യം ഇന്നെനിക്ക് കിട്ടിയതാണ്. വളരെ ശ്രീകാര്യത്തെ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളാണ് ആ ചോദ്യം എഴുതിയിരിക്കുന്നത്. ഞാൻ ഈ ക്രിസ്ത്യൻസിനെ കുറിച്ചും ബൈബിളിലെ ഇൻഫർമേഷനെ കുറിച്ചും ഇങ്ങനെ പറയുമ്പോൾ ഈ ഇവിടെ എറണാകുളത്ത് പുത്തൻ കുരിശ് എന്ന് പറയുന്ന സ്ഥലത്തിൽ പ്രഭാഷണം നടത്തിയിരുന്നു. പുത്തൻ കുരിശ് പ്രഭാഷണം എന്നാണ്. ആ പ്രഭാഷണം കേട്ട് ഇദ്ദേഹം ഒരു ഗഹനമായൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഗഹനമായൊരു ചോദ്യം. അതിപ്പോൾ ക്രിസ്ത്യാനികളുടെ മുഴുവൻ ഒരു ടെക്നിക്കാണ്. ഇപ്പോൾ നമ്മുടെ ബിഷപ്പും കർദിനാളും എല്ലാവരും പ്രധാനമന്ത്രിയുടെ അടുത്ത് പ്രയോഗിച്ച അതേ ടെക്നിക്കാണ്. അതായത് മതം മാറിപ്പോയവര് തിരിച്ചു വരികയാണെങ്കിൽ ഇവിടെ ക്രമസമാധാന നില തകരുന്നാണ് അവരങ്ങോട്ട് പറയുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോയപ്പോൾ ക്രമസമാധാന നിലയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. വർഗീയ അങ്ങനെയൊന്നും ഉണ്ടായില്ല. മതസ്പർദ്ധ അങ്ങോട്ടേക്ക് മതം മാറ്റുമ്പോൾ ഉണ്ടാവില്ല അത്രേ. ഇങ്ങോട്ടേക്ക് മതം മാറ്റുമ്പോഴാണ് മതസ്പർദ്ധയും വർഗീയ ലഹളയും ഉണ്ടാവുന്നതെങ്കിൽ അതാണ് ആലഞ്ചേരിയും അനിൽക്കുട്ടോയൊക്കെ പറഞ്ഞത്. അപ്പൊ ആരാ ഇത് ഉണ്ടാക്കുന്നത്? അവിടെ പോയവരെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മതസ്പർദ്ധയും വർഗീയ ലഹളയും ഉണ്ടാകുമെങ്കിൽ അത് ഉണ്ടാക്കുന്നത് ആരാണെന്ന് തന്നെ ആ വരിയിലുണ്ടല്ലോ. അതേപോലെ എന്ത് ക്രിസ്ത്യാനികളുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞാലും അച്ഛന്മാരും എല്ലാവരും പറയുന്നത് വർഗീയ ലഹളയുണ്ടാവും, കമ്മ്യൂണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും, മതസ്പർദ്ധ ഉണ്ടാവും, സൗഹാർദ്ദ അന്തരീക്ഷം ഇല്ലാതെയാവും. ഇതേ കള്ളന്മാരല്ലേ ഹിന്ദുക്കളെ അങ്ങോട്ടേക്ക് കൺവെർട്ട് ചെയ്തത്? അപ്പൊ ഇതൊന്നും ഉണ്ടാവുമെന്ന് തോന്നിയില്ലേ? അവര് തെറ്റ് മനസ്സിലാക്കി തിരിച്ചു വരുമ്പോഴത്തേക്ക് മാത്രം മതസ്പർദ്ധ ഉണ്ടാവും. അപ്പോ അങ്ങനെ പറയണ്ട. വേറെ ചില കൂട്ടുകാര്
ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതിനെ തെറ്റായിട്ട് ഗോപാലകൃഷ്ണൻ വ്യാഖ്യാനിക്കുന്നു. അത് എല്ലാ മതങ്ങളും തമ്മിലുള്ള സൗഹാർദ്ദ അന്തരീക്ഷം ഇല്ലാതെയാക്കും. അതിന് അദ്ദേഹം ഒരു വരി കൂട്ടിയിട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ ബൈബിളിൽ എടുത്തിട്ടാണ്. ഇപ്പൊ കുറേ ക്രിസ്ത്യാനികൾക്കൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ഇന്ന ആള് എഴുതിയ വിവർത്തനം ചെയ്ത ബൈബിളാന്ന് പറഞ്ഞാൽ ഉടനെ അവർ പറയും അതല്ല വായിക്കേണ്ടത്, അത് വിവർത്തനം ചെയ്ത ആളുടെ കുഴപ്പമാണ്. അപ്പൊ തടി രക്ഷപ്പെടുത്താം. ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ഗോപാലകൃഷ്ണൻ തന്നെത്താനെ ഉണ്ടാക്കിയതാണ്. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നതിനെ കുറിച്ച് മലയാളം ബൈബിള് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സബ്സിഡി പേപ്പർ മേടിച്ച് പ്രസിദ്ധീകരിച്ച പുസ്തകം പാലായിൽ പ്രസിദ്ധീകരിച്ചതാണ്. അതിലിങ്ങനെ പറയുന്നുണ്ടെന്ന് ഞാൻ പുത്തൻകുരിശ് പ്രഭാഷണത്തിൽ പറയുന്നു. ഞാനത് മുഴുവൻ അവിടെ വായിച്ചിരുന്നു. മനുഷ്യരുടെ മുമ്പാകെ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പാകെ ഞാനും ഏറ്റുപറയും. ഇത് യേശുക്രിസ്തു പറയുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 10-ാമത്തെ അധ്യായത്തില് 32 ഇപ്പൊ ഞാൻ വായിച്ചത്. ഇനി 33. എന്നാൽ മനുഷ്യരുടെ മുമ്പാകെ എന്നെ തള്ളി പറയുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പാകെ ഞാനും തള്ളി പറയും. ഇതെന്തിനാ ഇപ്പൊ വായിച്ചെന്ന് വെച്ചാൽ അതിൽ കുഴപ്പമൊന്നുമില്ല. അടുത്തത് 10-ാം അധ്യായത്തിലെ 34. സംശയം ഉണ്ടെങ്കിൽ ഞാൻ വേറെ വല്ല പുസ്തകം വെച്ച് വായിക്കാമെന്ന് സംശയം തോന്നണ്ട. ഇതാണ് ഞാൻ വായിക്കുന്നത്. എൻ്റെ കയ്യിലൊന്നുമില്ല, വേറെ പേപ്പറൊന്നുമില്ല. ഞാൻ വന്നത് ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാനാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്. ഇത് യേശുക്രിസ്തുവിന്റെ വരിയ, ഗോപാലകൃഷ്ണന്റെ അല്ല. യേശുക്രിസ്തുവിടെ സമാധാനം സ്ഥാപിക്കാനല്ല വന്നതെന്ന് അങ്ങേര് തന്നെ പറയാണ്. ഞാൻ വന്നത്, നിങ്ങൾ നോക്കണം, മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34-ാമത്തെ വരി. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. 10-34 എന്ന് ഓർത്താൽ മതി. സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് മകനെ അപ്പന് എതിരായും മകളെ അമ്മയ്ക്ക് എതിരായും മരുമകളെ അമ്മായി അമ്മയ്ക്ക് എതിരായും ഭിന്നിപ്പിക്കാനാണ്. ഒരാളുടെ ശത്രുക്കൾ അയാളുടെ കുടുംബത്തിൽപ്പെട്ടവർ തന്നെ ആയിരിക്കും. എന്നെ സ്നേഹിക്കുന്നതിൽ അധികം സ്വന്തം അപ്പനെയോ അമ്മയെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് അയോഗ്യനാണ്. എന്നെ സ്നേഹിക്കുന്നതിൽ അധികം സ്വന്തം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് അയോഗ്യനാണ്. അതായത് യേശുക്രിസ്തു പറഞ്ഞ ആദ്യ ഭാഗം നോക്കാം. ഞാൻ വന്നത് ഭൂമിയിൽ സമാധാനം സ്ഥാപിക്കാനാണ് എന്ന് നിങ്ങൾ ധരിക്കരുത്. സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ വന്നിരിക്കുന്നത് മകനെ അപ്പനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായി അമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ്. എന്ത് അടിപൊളി വരിയാണല്ലേ ഇത്. ഞാൻ മലയാളത്തില് പുത്തൻകുരിശ് സമ്മേളനത്തിൽ പറഞ്ഞു. ഇനി ഞാൻ കാനഡയിലുണ്ടായിരുന്ന കാലത്ത് ഞാനൊരു പള്ളിയിലച്ഛൻ്റെ കീഴിൽ കുറേ ബൈബിള് പഠിച്ചു. നിങ്ങൾ വിശ്വസിക്കുകയോ ഇല്ലയോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ പ്രൊഫസറും പള്ളിയിലച്ഛനായിരുന്നു. ഡോക്ടർ ജിയോം എസ് സിം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ക്ഷണിച്ചിട്ടാണ് ഞാൻ കാനഡയിലെ യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിലെ അനിമൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ബയോകെമിസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ പോയത്. അദ്ദേഹം എനിക്ക് ബൈബിള് തന്നിട്ടുണ്ട്. ഹോളി ബൈബിള് ഫ്രീ ആയിട്ട് തന്നതാണ്. എല്ലാവർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട്, കാരണം അതിന് പ്രത്യേകിച്ച് വിലയൊന്നും ആരും കൽപ്പിക്കാത്തതുകൊണ്ടാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അതിനകത്ത് 10-ാം അധ്യായത്തില് 34-ാമത്തെ വരി നോക്കാം. ഡു നോട്ട് തിങ്ക് ദാറ്റ് ഐ കെയിം ടു ബ്രിങ് പീസ് ഓൺ ദി എർത്ത്. ഈ വരിയാണ്. ഞാൻ എൻ്റെ കയ്യിൽ വേറെ പേപ്പറൊന്നും ഉണ്ടെന്ന് ധരിച്ചേക്കല്ലേ. നിങ്ങളിൽ പലരും ചെയ്യുന്ന തട്ടിപ്പൊന്നും ഞാൻ ചെയ്യില്ല. സത്യം, ധർമ്മം, നീതി, ന്യായം വിട്ട് ഞാൻ ഒരിക്കലും പ്രവർത്തിക്കില്ല. ഡു നോട്ട് തിങ്ക് ദാറ്റ് ഐ കെയിം ടു ബ്രിങ് പീസ് ഓൺ എർത്ത്. മലയാളത്തിന്റെ കറക്റ്റ് ഇംഗ്ലീഷാണത്. ഐ ഡിഡ് നോട്ട് കം ടു ബ്രിങ് പീസ് ബട്ട് എ സ്വോർഡ്. ഫോർ ഐ കെയിം ടു 35-ാമത്തെ വരി മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 35. ഫോർ ഐ കെയിം ടു വരെ സ്മോൾ ലെറ്റർ ആണ്, പിന്നെ ക്യാപിറ്റൽ ലെറ്റർ ആണ്. സെറ്റ് എ മാൻ എഗൻസ്റ്റ് ഹിസ് ഫാദർ. ടു സെറ്റ് എ മാൻ എഗൻസ്റ്റ് ഹിസ് ഫാദർ ആൻഡ് എ ഡോട്ടർ എഗൻസ്റ്റ് ഹെർ മദർ ആൻഡ് എ ഡോട്ടർ ഇൻ ലോ എഗൻസ്റ്റ് ഹെർ മദർ ഇൻ ലോ ആൻഡ് എ മാൻസ് എനിമീസ് വിൽ ബി ദി മെമ്പേഴ്സ് ഓഫ് ദ ഹൗസ് ഹോൾഡ്. അവനവന്റെ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ അവനവന് ശത്രുവിനെ കണ്ടെത്തും, ഉണ്ടാക്കും എന്ന അർത്ഥത്തിൽ. ആൻഡ് എ മാൻസ് എനിമീസ് വിൽ ബി ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ഫാമിലി. ഹി ഹൂ ലവ്സ് ഫാദർ ഓർ മദർ
me is not worthy of me, and he who loves son or daughter more than me is not worthy of me. ഞാൻ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത് ട്രാൻസ്ലേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഈ ശ്രീകാര്യത്തെ ക്രിസ്ത്യൻ സ്കൂളിലെ പ്രിൻസിപ്പാള് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞത്, എന്തെങ്കിലൊക്കെ ആരെങ്കിലും ബൈബിളിലുള്ളത് വിളിച്ചു പറഞ്ഞാൽ ഇപ്പൊ ക്രിസ്ത്യാനികളുടെ ടെക്നിക്ക് മതസൗഹാർദ്ദം പോകും, വർഗീയ ലഹള ഉണ്ടാവും, വലിയ പ്രശ്നം നാട്ടിലുണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ ഒബാമയുടെ തൂവലിന്റെയും ചിറകിന്റെയും കീഴിൽ ഓടി ഒളിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലും പറയാം. ആ ശരിക്കുള്ള ബൈബിളിൽ നിങ്ങൾ പറഞ്ഞതൊന്നുമില്ല. അയാള് ട്രാൻസ്ലേറ്റ് ചെയ്തതിൽ വന്ന കുഴപ്പമാണ്, ഇയാള് പ്രിന്റ് ചെയ്തതിൽ വന്ന കുഴപ്പമാണ്, അയാൾ പറഞ്ഞതിൽ വന്ന കുഴപ്പമാണ്. ശരിക്കുള്ള ബൈബിളിൽ ഇതൊന്നുമില്ല. കാരണം ശരിക്കുള്ള ബൈബിള് കേരളത്തിലെ ഒരൊറ്റ ക്രിസ്ത്യാനിയും വായിച്ചിട്ടില്ല. ഒരു ക്രിസ്ത്യാനിയെങ്കിലും ബൈബിൾ ശരിക്കും വായിച്ചിട്ടുണ്ടെങ്കിൽ ജമേറിയ എന്നൊരു ഭാഗം ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, ഒരു ക്രിസ്ത്യാനി വായിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ആ ഗ്രന്ഥ വായന അയാൾ നിർത്തും. അറപ്പ് തോന്നുന്ന വരികളാണ് ജമേറിയ എന്ന ഭാഗത്തില് കൊടുത്തിരിക്കുന്നത്. അതിന്റെ തുടർച്ചയ്ക്കും അപ്പുറത്തും ഇപ്പുറത്തും കുറവൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ വായിക്കാം, വേണ്ടെങ്കിൽ വായിക്കണ്ട. പക്ഷെ ഞാൻ പറഞ്ഞത് ഇല്ലാത്തതാണ് എന്ന് കമന്റ് പറഞ്ഞപ്പോൾ ഉത്തരം ഞാൻ കൊടുക്കണമല്ലോ. അതേപോലെ ഇരുമ്പരം മകളിയ ക്ഷേത്രത്തിൽ ഞാൻ പ്രഭാഷണം നടത്തിയപ്പോൾ യഹോവ കന്യാമറിയത്തിൽ ഗർഭമുണ്ടാക്കി എന്ന് ഗോപാലകൃഷ്ണൻ പ്രയോഗിച്ചത് ശരിയായില്ല പറഞ്ഞു. ഞാൻ പ്രയോഗിച്ചതല്ല, അത് ജോസഫിനോട് യഹോവ തന്നെ ഇത് മാലാഖമാരെ അറിയിച്ചതാണ്. കർത്താവിന്റെ ശിശു, യഹോവയുടെ ശിശു കന്യാമറിയത്തിൽ വളരുന്നുണ്ടെന്ന് അതിന്റെ മലയാളാർത്ഥം എന്താ? കർത്താവ് എവിടെന്നെങ്കിലും ബീജം മേടിച്ച് ലോണിനെടുത്ത് ബാങ്കിൽ നിന്ന് പോയിട്ട് ഈ കന്യാമറിയത്തിൽ ഇട്ടോ? അപ്പൊ ആലോചിച്ചു നോക്കാം. വാക്കുകളുടെ പ്രയോഗം ബൈബിളിലുള്ളതാണ്, ഞാൻ ഉണ്ടാക്കിയതല്ല. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നുന്നുവെങ്കിൽ മാറ്റേണ്ടത് ഗോപാലകൃഷ്ണനെ അല്ല, ബൈബിളിനെ അല്ലേ മാറ്റേണ്ടത്? ബൈബിളിലല്ലേ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെടാത്തത്, ഞാൻ വിചാരിക്കാത്തതും ഒക്കെ വർഗീയ ലഹള ഉണ്ടാവും. അതുപോലെ തന്നെ മതസൗഹാർദ്ദം തകർക്കും. അതല്ലെങ്കിൽ സാറ് പറഞ്ഞ ബൈബിളില് അത് ശരിയായിട്ടുള്ള ബൈബിളല്ല. പിന്നെ ഏതാ ശരിയായിട്ടുള്ള ബൈബിള്? ഇവർക്ക് വേണ്ടിയിട്ടുള്ളതും ഇവർ പറയുന്നതും മാത്രം സെലക്ട് ചെയ്ത് തരുന്ന ബൈബിളാണെന്ന് പറയാൻ നിവൃത്തിയില്ല. കാരണം നമ്പറുണ്ട്, ബൈബിളിൽ അധ്യായത്തിന് നമ്പറുണ്ട്, 34, 35, 36. അപ്പൊ അത് മാറ്റാനൊന്നും പറ്റില്ല. അപ്പൊ ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് പറയുകയാണെന്ന് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. പ്രണാമം, നമസ്കാരം.